ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഗോഡ് ഒഫീഷ്യൽ ട്രെയിലറാണ്. സോ ഇത് ഇന്നലെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഈവനിങ്. സോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് നമുക്ക് ഒരുമിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ഭയങ്കര ടെൻസ്ഡ് ആണ്. ടെൻസ്ഡ് ആവണതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും നമുക്ക് റിയാക്ഷൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. In short, he is the god of SATs. Super look alle. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சுலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். காந்தி அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. சத்தியமா கொடுக்கூடாது. ஏதாவது பொண்ணோட தொடர்பு இருக்குன்னு கொஞ்சம் சந்தேகமா இருக்கு. அறிவுக்கடா உங்களுக்கு எல்லா விஷயத்துக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, you're in danger. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேர் சண்டை போட்டுட்டு இருக்கீங்க. முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. ടൈറ്റിൽ കാർഡ് കൊള്ളാല്ലേ? You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணி ഓ കില്ലി. தேவனின் குலங்காக்கும் வேலையா ஹையா. ഓക്കെ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കുറേ പേരിങ്ങനെ മീൻസ് ഞാനിങ്ങനെ ഇൻസ്റ്റ നോക്കിയപ്പോൾ അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ചിലരിങ്ങനെ ഭയങ്കര ബോറിംഗ് ആണ് എന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിൽ ഏജ്ഡ് ആയിട്ടുള്ള, അതായത് തളപതിയുടെ ലുക്കില്ലേ, ഏജ്ഡ് ലുക്ക്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡീപ്പില്ല, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ തളപതിയുടെ ലുക്സ് ഞാൻ ഫസ്റ്റ് പറയും, അമേസിങ് ലുക്സ്, നല്ല രസമുണ്ട്. ആ ഏജ്ഡ് ആയിട്ടുള്ളതും എന്താണ് അച്ഛൻ്റെ ക്യാരക്ടർ, അച്ഛനും മോനും ആണല്ലേ. ഈ ഞാൻ കരുതി ഇവർ പാസ്റ്റിൽ പോകണം എന്നൊക്കെ, എന്തൊക്കെയൊക്കെയോ ഞാൻ കരുതിയതാണ്. എന്തായാലും ഇത് നൈസ് മൂവി ആയിരിക്കും എന്ന് എനിക്ക് എന്താണ് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ ഞാൻ ഹോപ്പ് ചെയ്യുന്നു നല്ല മൂവി ആയിരിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഇനി ഒരു ട്രോളിന് നമുക്ക് താല്പര്യമില്ല, ട്രോളിങ് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും സെപ്റ്റംബർ 5-നാണ് മൂവി റിലീസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് ടെൻഷൻ. അത് എല്ലാ വർഷവും തളപതിയുടെ മൂവി ഇറങ്ങുമ്പോൾ റിസർവ് ചെയ്യാൻ നേരത്ത് ടിക്കറ്റ് കിട്ടാറില്ല, ഒരു സീറ്റ് പോലും കിട്ടാറില്ല. എനിക്ക് കഴിഞ്ഞ വർഷം എന്തോ ലക്കിനാണ് ഫസ്റ്റ് ഡേ കിട്ടിയത്, അത് ഭാഗ്യം എന്ന് പറയാം. അല്ലാതെ എനിക്ക് ഈ വട്ടം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഫസ്റ്റ് ഡേ ഒക്കെ ഫാൻ ഷോ എനിക്ക് ഇന്നേ വരെ പോയി കാണാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്.
ഈ വട്ടം കാണാൻ പറ്റിയാൽ ഞാൻ എന്തായാലും പോകും. പിന്നെ ഫാൻസ് കണ്ടിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, എല്ലാം ഭയങ്കര ബഹളമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ലൈഫിൽ ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. ഈ വട്ടം കിട്ടുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പോകും. എന്തായാലും മൂവി ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെപ്റ്റംബർ 5 ഇനി അധിക ദിവസമില്ല, പെട്ടെന്ന് എത്തും സെപ്റ്റംബർ 5. എന്തായാലും ഹോപ്പ്ഫുള്ളി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.